ഹായ്. ഇന്ന് ഞാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ നാടുകാണിപ്പാറയിലേക്കാണ്. അപ്പോൾ നിങ്ങൾ വഴിയെ വീഡിയോ കാണും. റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45. അവിടെ ഒരു 7 മണിക്ക് മുന്നേ ചെല്ലണമെന്നുണ്ട്. ഇവിടുന്ന് പാലയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ. അപ്പോൾ കാണാം. We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനൊരു റോഡും മുകളിലേക്ക് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർ എന്താ പറയുന്നത്, ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നാൽ കുറച്ച് നമ്മൾ ചുറ്റിപ്പോവും. കാരണം നമ്മൾ മാപ്പ് ഇട്ട് വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും 1 കിലോമീറ്ററോളം നമ്മൾ വരണം കേട്ടോ. 1 കിലോമീറ്ററിനകത്ത് ദൂരമുണ്ട് മെയിൻ റോഡിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതേ മുകളിലേക്ക് ഇങ്ങനെ റോഡുണ്ട്. ഇവിടെ 2 വീലർ പോവും. പക്ഷെ ഞാൻ വണ്ടി താഴെ വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ കുറച്ച് നടക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വഴി മിസ്റ്റേക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ അടുത്തുള്ള ആരുടെങ്കിലും ചോദിച്ചിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ചുറ്റിപ്പോവും. ഇവിടെ വരെ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളൊക്കെ അലോഡുള്ളൂ. കാരണം കണ്ടോ, 2 വീലറും 4 വീലറും ഒന്നും പോകില്ല. ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകാനുള്ള അനുമതിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടന്ന് പോകാം അങ്ങോട്ട്. ഞാനപ്പോൾ ഹെൽമെറ്റൊക്കെ വണ്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ കുറേ ഉണ്ടെന്ന് തോന്നുന്നു നടക്കാൻ. ഇതെല്ലാം നോക്കാം. റബ്ബറൊക്കെ ഇല കൊഴിഞ്ഞതേ കമ്പായിട്ട് നിൽക്കുന്നത്. നമ്മൾ വന്ന വഴിയുടെ അങ്ങ് നേരെ ഒരു റോഡ് കിടപ്പുണ്ട്. പക്ഷെ ആ റോഡല്ല കേട്ടോ നമുക്ക് പോകേണ്ടത്. ജസ്റ്റ് റൈറ്റിലേക്ക് ഒരു വഴിയും അതുപോലെ ഒരു ചെറിയ ഒരു വീട് പോലെ കാണുന്നുണ്ട്. ഈ റോഡാണ് കേട്ടോ നമുക്ക് വരേണ്ടത്. ഇവിടെ ബോർഡോ കാര്യങ്ങളോ ഒന്നും സെറ്റല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചല്ല നല്ല കൺഫ്യൂഷനിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഇതുപോലെയൊക്കെയുള്ള വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത്. ഇവിടെ ബോർഡോ കാര്യങ്ങളൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വഴി തെറ്റാതെ പോകാൻ നോക്കുക. ഇവിടുന്ന് റൈറ്റിലേക്കും ഒരു താഴേക്കൊരു റോഡ് കിടപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് ചെറിയൊരു റോഡല്ല, ഇങ്ങനെ പാറക്കെട്ട് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെയും പ്രത്യേകിച്ച് ബോർഡും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഞാൻ പഴയൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ വഴിയൊക്കെ നോക്കി പറക്കിയൊക്കെ വരുന്നത്. ഇവിടെ ഉണ്ടോ ഒരു പഴയൊരു കെട്ടിടമുണ്ട്. എന്നിട്ട് പ്രേതാലയം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്കൊക്കെ നമ്മൾ നോക്കിയൊക്കെ നടക്കും. അല്ലെങ്കിൽ നല്ല ഇഴജന്തുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതുപോലെ കാട് പിടിച്ച സ്ഥലമാണ് കേട്ടോ. ഫൈനലി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതിനങ്ങോട്ട് താഴെ
കുഴി പോലെയാണ്. എന്താ ഒരു പണി തീരാത്ത വീട് നമ്മൾ വന്ന വഴിക്ക് തന്നെ. ഇത് നോക്ക്, ഇവിടെ തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കുന്ന പോലെ ഉണ്ട്. കൊള്ളാല്ലേ? കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ പുല്ലിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച്. കളർ അടിച്ച പോലെ ഉണ്ട്. എന്താ ഇവിടെ ഞാനിപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട് രാവിലെ. ഈ ഒരു സമയത്താണ് ഞാൻ വന്നത്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ച തന്നെ കേട്ടോ. അധികം മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ ഇവിടുത്തെ വ്യൂ. എന്ത് ഭംഗിയാ നോക്കൂ. രാവിലെ 7 മണിക്കലത്തെ നമ്മുടെ നാടുകാണി പാറയിലെ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ എന്തായാലും വരണം എന്ന് ഞാൻ പറയൂ. കാരണം ഈ വഴി കയറി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു ഇങ്ങനെയൊരു സ്ഥലമായിരിക്കും നമ്മൾ കാണാൻ വരുന്നതെന്ന്. കാരണം വഴിയൊന്നും അത്ര മോശമായിരുന്നു, അത്ര നല്ലതല്ലായിരുന്നു. കാരണം എന്താ പറയുന്നത്, പ്രത്യേകിച്ച് ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച എന്തെങ്കിലും ചെറിയ സ്ഥലമായിരിക്കുന്നതാണ്. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. അതേ അവിടെ എല്ലാം നല്ല കുന്നും മലയും പോലെ മഞ്ഞ് മൂടി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ അധികം നമുക്ക് മഞ്ഞൊന്നും കാണാൻ പറ്റുന്നത് കേട്ടോ. ഏകദേശം ഇവിടെയൊക്കെ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നേ. കണ്ട ആ കാണുന്നതാണ് നമ്മൾ വന്ന വഴി. ഇവിടുന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് വഴിയുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ. അധികം നമ്മൾ താഴേക്ക് പോകാൻ നിൽക്കണ്ട, സേഫ് അല്ല. അത് ഫസ്റ്റ് നമ്മൾ നോക്കുക. നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം നമ്മൾ ഇവിടെ ആയാലും നമ്മൾ ഭംഗി ആസ്വദിക്കുക കേട്ടോ. നമ്മൾ പലയിടത്തും ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ കൂടുതലും കാണുന്നൊരു മരമാണ് കേട്ടോ. ഇത് നമ്മുടെ പുളിയില പോലത്തെ. ഞാനിത് അയ്യമ്പാറ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പുല്ലിൻ്റെ ഭംഗിയാണ് കേട്ടോ ഇവിടെ. കണ്ടോ, നമുക്ക് സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ മിസ്സായി പോകാനേ. ഞാൻ കുറേ നേരം താഴെയാണ് നിന്നത്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും താഴ്ചയാണ്. നമുക്കധികം ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് കുഴിയാണ്. അങ്ങോട്ട് പോകാനൊന്നുള്ള വഴിയല്ല, സേഫല്ല. പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടും അധികം സ്ഥലം കാണാനായിട്ടില്ല. നോക്കാം, നമുക്കൊരാൾ പോകുന്ന രീതിയിലൊരു വഴിയായിട്ട് കാണുന്നുണ്ട് അങ്ങോട്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. മുരിങ്ങയുടെ പോലത്തെ കാലെടുത്ത് വെച്ച കുഴി പോലെയൊക്കെ തോന്നിട്ടോ. നമ്മുടെ കാല് കുഴിഞ്ഞു. ഇതുണ്ടോ നമ്മുടെ മുരിങ്ങയല്ല, അതുപോലത്തെ നമ്മുടെ മുരിങ്ങക്കോല് പോലത്തെ ഇതുണ്ടോ പയർ. എന്ത് ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം കഴിക്കുന്ന വല്ലതും ആണോ എന്തോ. പക്ഷെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടുന്നൊന്നും അങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ. കാരണം പറയാൻ പറ്റത്തില്ല കഴിക്കുന്ന തന്നെ ആണോയെന്ന്. കണ്ടിട്ട് മുരിങ്ങ പോലെയൊക്കെ ഉണ്ട്, പക്ഷേ അല്ല. എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല. പിന്നെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അധികം സ്പേസ് ഒന്നുമില്ല. പക്ഷേ ഉള്ള സ്ഥലത്ത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാനുള്ള വ്യൂ ഉണ്ട് കേട്ടോ. അതുമാത്രമേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഒരാൾക്ക് പോകാൻ പറ്റുന്നൊരു വഴി പോലെ കാണുന്നുണ്ട്, അധികം വലുതല്ല. അപ്പം അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇവിടുത്തെ വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഒരാൾക്ക് പോവാം കേട്ടോ. ഒരു കാലെടുത്ത് വെച്ചാൽ തീർന്നു. ഇങ്ങനെയുള്ള വഴിയാണ് കേട്ടോ ഇവിടെ.
വലിയ വലിയ പാറകളാണ്, വഴിയായിട്ടൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നമ്മൾ വരാൻ നോക്കുക. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കേട്ടോ, കാരണം അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല. താഴേക്ക് ഭയങ്കര കുഴിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേ പോകാനൊരു പേടി. അതുമാത്രമല്ല വഴിയില്ല, കാരണം എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വല്ല പാമ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഓടാനുള്ള സ്പേസും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ സൺറൈസിൻ്റെ വ്യൂ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റിൽ എന്താ പറയുന്നത്, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അധികം ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ 1-2 ആൾക്കാരെങ്കിലും കാണുമെന്ന്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പിന്നെ അധികം സമയം സ്പെൻഡ് ചെയ്യാം, പക്ഷേ അധികമുള്ള സ്പേസ് ഇല്ല. ഞാൻ നോക്കിയിടത്തോളം പിന്നെ ഇരിക്കാം. പിന്നെ നല്ലൊരു ഏരിയ ആണ്, നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സൺസെറ്റ് കാണാനും നല്ലൊരു സ്പോട്ടാണെന്ന് തോന്നി. രാവിലെയും കൊള്ളാം കേട്ടോ. കുറച്ചുകൂടി എന്താ പറയുന്നത്, മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വരുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ വഴിയും അതൊക്കെയാണ് നമുക്ക് ചെറിയൊരു പ്രശ്നം, കാരണം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വലഞ്ഞു പോകും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വഴിയിൽ കാണുവാണെങ്കിൽ ചോദിച്ചും പറഞ്ഞൊക്കെ വരുമോ. നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വന്നാലും നമുക്ക് നേരിട്ട് നമുക്കിവിടെ കറക്റ്റ് വരണമെന്നില്ല കേട്ടോ. കാരണം നമ്മുടെ സ്പോട്ടിന് ഏകദേശം 1 കിലോമീറ്ററിന് ബാക്കിലോട്ട് വരെ ഉള്ളൂ നമ്മുടെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ടോഡി ഷോപ്പുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അകത്തേക്കൊരു റോഡ് കിടക്കുന്നത്. ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പോയിൻ്റ് എത്തി കേട്ടോ. ദേ നമ്മൾ സൂര്യൻ ഉദിച്ചു. ഇതാണ് കേട്ടോ നമ്മുടെ, ഇപ്പോൾ ഞാൻ സൂം ചെയ്താണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്, മെയിൻ വ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ദേ ഈ പാറ, പിന്നെ ദേ ഈ പുല്ലിൻ്റെ നിറം, പിന്നെ ദേ ആ മരത്തിൻ്റെ നിറം, പിന്നെ ദേ ആ മലകളുടെ നിറം, പിന്നെ ആകാശം. നോക്ക് എന്ത് ഭംഗിയാ, ഇത് കണ്ടോ, കൊള്ളാമല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ. ഇവിടെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബേസ്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. കൊള്ളാമല്ലേ? അപ്പം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളിവിടെ ചുറ്റി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് പോവുകയാണ്. എല്ലാവരും വരും, ആസ്വദിക്കും. അപ്പോൾ വീക്കെൻഡിലൊക്കെ വൈകുന്നേരങ്ങളിലായാലും വരാം കേട്ടോ. പക്ഷേ വൈകുന്നേരങ്ങളിൽ നമുക്ക് ആ വഴി കുറച്ച് ഇതായിരിക്കും, കാരണം 2 സൈഡും കരിയിലേക്ക് കയറി കിടക്കുന്നുണ്ട്, നമുക്ക് സേഫ് അല്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ രാവിലെ ഈ സമയത്തൊക്കെ വരാൻ നോക്കുക കേട്ടോ. ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വെയിലൊക്കെ ആവുന്നതിന് മുന്നേ, നല്ല വെയിലൊക്കെ ആവുന്നതിന് മുന്നേ നമുക്കിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം ഫ്രണ്ട്സുമായിട്ടും, പിന്നെ അതുപോലെ റിലേറ്റീവ്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. നമ്മുടെ വണ്ടി പണിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ലായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടി തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുന്ന സ്ഥലങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള അത് വീണ്ടും പ്ലാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കടയുടെ പണിയൊക്കെ തീരുന്നത് വരെയുള്ളൂ കേട്ടോ ഈ ഇതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ലീവൊക്കെ എടുത്ത് ഇതുപോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇത് വരും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള അടുത്തടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് വിസിറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി പണി ആയതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ഒക്കെ ലേറ്റായി പോയത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ഒക്കെ ഉള്ള നമ്മുടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ഈ കോട്ടയം ജില്ലയിലുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരിക, നാടുകാണിപ്പാറയിലെ വ്യൂ ഒക്കെ ആസ്വദിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം.
ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൊക്കെ നമ്മളിവിടെ രേഖപ്പെടുത്തിയ ഒരു കുറ്റി കാണാൻ പറ്റും കേട്ടോ. കണ്ടോ? അങ്ങോട്ടേക്ക് വഴിയെ കിടപ്പുണ്ട്, നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ അവിടെ നിന്നുള്ള വഴിയാണ് പോയി നമ്മൾ സൺറൈസൊക്കെ കണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് വഴി കൊണ്ടുവന്ന് തൽക്കാലം അങ്ങോട്ട്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടിയാണ്. ഇതുണ്ടോ നല്ല ഗോൾഡൻ കളറിൽ, നല്ല ഭംഗിയില്ലേ? എനിക്കിവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഇന്നതേ നമ്മുടെ കൂടെ വ്യൂ പോയിന്റ് കാണാൻ ഒരു അതിഥിയും കൂടി ഉണ്ട് കേട്ടോ. കടിക്കൂലെന്നൊന്നും അറിയത്തില്ല. അത് കുറേ നേരം കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ഈ മരം ഒരു പ്രത്യേക ഭംഗിയില്ലേ? അയ്യോ, തിരിച്ചു പോവാണ്. ഇതേ നമ്മുടെ പ്രേതാലയം പോലത്തെ ഒരു വീട്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാടുകാണിപ്പാറയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വിശേഷങ്ങളും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കൂ. അതുപോലെ നിങ്ങളുടെ സ്ഥലത്തും ഇങ്ങനത്തെ എന്താ പറയുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ലൊക്കേഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.